أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. أم حسب الذين يعملون السيئات أن يسبقونا ساء ما يحكمون. من كان يرجو لقاء الله فإن أجل الله لآت. وهو السميع العليم. ومن جاهد فإنما يجاهد لنفسه إن الله لغني عن العالمين. والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون. അൽ അൻകബൂത്താണ് നമ്മുടെ അധ്യായം. എട്ടുകാലിയുടെ വീട് ബൈത്തുൽ അൻകബൂത്ത് എന്ന് ഈ സൂറത്തിൽ തന്നെ 41-ാമത്തെ ആയത്തിൽ പരാമർശിക്കുന്നുണ്ട്. മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാഅ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ ഔലിയാക്കളെ സ്വീകരിച്ചവരുടെ ഉദാഹരണം കമസലിൽ അൻകബൂത്ത്, എട്ടുകാലിയെപ്പോലെയാണ്. ഇത്തഖദത് ബൈത, അതൊരു വീടുണ്ടാക്കി. വ ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ്. ലൗ ഖാനു യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ തങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും ആരൊക്കെ സ്വീകരിച്ചവരുണ്ടോ, അത് ഔലിയാക്കളെ നേർക്കുനേരെ അള്ളാഹുവിൻ്റെ ശുഹദാക്കളും സുദ്ദീഖുകളും ഔലിയാക്കളുമായവരെ, നബിമാരെ, അതുപോലെ മലായിക്കത്തുകളെ, അതല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആരെ സ്വീകരിച്ചവരും യഥാർത്ഥത്തിൽ അവർക്ക് ഒരു രക്ഷയും സഹായവും യഥാർത്ഥത്തിൽ ലഭ്യമല്ല. ഏതുപോലെ എട്ടുകാലി ഒരു വീട് നിർമ്മിച്ചു. ആ വീടാണ് ഏറ്റവും ദുർബലമായ വീട്. ഒരു കാറ്റ് വന്നാൽ, ഒരു മഴ വന്നാൽ എങ്ങനെയെങ്കിലും ഒരു പ്രതിരോധം ഏർപ്പെടുത്താൻ ആ വീട് കൊണ്ട് സാധ്യമല്ല. അതുപോലെയാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ രക്ഷാധികാരെ സ്വീകരിച്ച് അവരോട് തേടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എന്നൊക്കെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്.
അത് 41-ാമത്തെ ആയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അൽ അൻകബൂത്ത് എന്ന് പേര് വന്നിട്ടുള്ളത്. ഈ അധ്യായം മക്കയിൽ അവതരിച്ചതാണ് എന്ന പ്രബലമായ അഭിപ്രായമുണ്ട്. എന്നാൽ അതോടൊപ്പം 1 മുതൽ 11 വരെയുള്ള ആയത്തുകൾ മദീനയിലാണ് അവതരിച്ചത് എന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. ഈ അധ്യായത്തിലെ ഏറ്റവും മുഖ്യമായ വിഷയം അല്ലെങ്കിൽ ഈ അധ്യായം അവതരിക്കപ്പെടാനുള്ള ലക്ഷ്യങ്ങളിൽ ഒന്ന് ദിക്റുൽ ഇബ്തിലാഇ വൽ ഇംതിഹാനി വ ബയാനു ഹാലി അഹ്ലിൽ ബൽവ ഫിദ്ദുന്യ വൽ ആഖിറ. അള്ളാഹു ഭൗതിക ലോകത്ത് നൽകുന്ന വിവിധങ്ങളായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളെ ഓർമ്മപ്പെടുത്തി അതിൽ വിജയിക്കുന്നവർക്ക് അവർക്കാണ് പരലോക വിജയം എന്ന ഏറ്റവും വലിയൊരു പാഠമാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. പുറമെ വേറെയും വിഷയങ്ങൾ ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നൂഹ്, ഇബ്രാഹിം, ലൂത്ത്, ഷുഐബ്, ഹൂദ്, സ്വാലിഹ്, മൂസ അലൈഹിമുസ്സലാം എന്നീ നബിമാരുടെ ചരിത്രങ്ങൾ ഈ അധ്യായത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ വേദ സമൂഹക്കാരോട് നന്നായി അവരോട് സംവദിക്കാനും അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും അവരെ സ്വീകരിക്കുന്ന വേദസമൂഹത്തിന് വന്ന അപജയങ്ങൾ സ്വീകരിക്കുന്നതിന് തൊട്ടുള്ള വിലക്കുകളും അതെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരിയായ നിലക്ക് ജിഹാദിലേർപ്പെടുന്നവർക്ക് ഒരു നല്ല പര്യവസാനം ലഭിക്കും എന്ന ഓർമ്മപ്പെടുത്തലും ഈ അധ്യായത്തിൽ ഉണ്ട്. നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം. സാധാരണ അൽ ഇസ്തിആദത്തു വൽ ബസ്മല, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇസ്തിആദത്ത്, പിശാചിനോട് കാവൽ തേടണം എന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ വിവിധങ്ങളായ ലഫ്ലുകൾ ഹദീത്തുകളിലുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതൊന്ന്, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്നത് മറ്റൊന്ന്. അതുപോലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെങ്കിൽ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ മിൻ ഹംസിഹി വ നഫഖിഹി വ നഫ്സിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവൽ തേടിയത് കാണാൻ കഴിയും. ഒരു ഹദീസിലുള്ളത് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി, രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി രാത്രി നമസ്കാരത്തിലും സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് വ തബാറകസ്മുക് വ തആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്, അത് നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ്. ചെറിയ ചെറിയ പ്രാരംഭ പ്രാർത്ഥനകളുണ്ട്. അതിലൊന്നാണ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്, അല്ലാഹുവേ നീ പരമപരിശുദ്ധനാണ്, നിനക്കാണ് സർവസ്തുതിയും. വ തബാറകസ്മുക്, നിൻ്റെ നാമം അനുഗ്രഹീതമാണ്. വ തആല ജദ്ദുക്, നിൻ്റെ മഹത്വം അത്യുന്നതമാണ്. വലാ ഇലാഹ ഗൈറുക്, നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി രാത്രി നമസ്കാരത്തിൽ ഈ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി ശേഷം അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം മിൻ ഹംസിഹി വ നഫഖിഹി വ നഫ്സിഹി എന്ന് ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിൽ പിശാചിനോട് കാവൽ തേടണം എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പിശാചിനോട് കാവൽ തേടിയ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. പിശാചിനെ തൊട്ട് പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാം. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നഹു ഖാന ഇദാ ദഖലൽ മസ്ജിദ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഖാല അഊദു ബില്ലാഹിൽ അലീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ്ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. സാധാരണ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മത്തിക്. പള്ളിയിൽ നമ്മളൊക്കെ പള്ളിയിൽ സ്ഥിരമായി ബന്ധപ്പെടുന്നവരാണ്. ഒരുപക്ഷെ നമ്മളെ വീട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളോട് ബന്ധപ്പെടുന്നവരാണ്. അള്ളാഹു അങ്ങനെ തന്നെ നമ്മളാക്കുമാറാവട്ടെ. പക്ഷേ ആ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പലരും പള്ളിയിൽ കടക്കുമ്പോൾ ആ സുന്നത്ത് ശ്രദ്ധിക്കാറില്ല. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മത്തിക എന്ന് പറഞ്ഞ് വലതുകാൽ മുന്നോട്ട് വെച്ച് തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കണം. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ ബിസ്മില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, അള്ളാഹുവേ നിൻ്റെ ഫളിൽ ഔദാര്യം ഞാൻ നിന്നോട് ചോദിക്കും എന്ന് പറഞ്ഞ് ഇടതുകാൽ മുന്തിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കണം. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ ആദ്യം മുന്നോട്ട് വെക്കുക, പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇടതുകാൽ മുന്നോട്ട്, ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇടതുകാൽ മുന്നോട്ട് വെച്ച് പ്രവേശിക്കും. അപ്പോൾ അതേപോലെ ഈ പ്രാർത്ഥനയും നമുക്ക് എന്ത് ചെയ്യാം, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. അത് പിശാചിനോട് പൂർണ്ണമായുള്ള കാവൽ തേടലാണ്. പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ. അള്ളാഹുവിനെ അഊദു ബില്ലാഹിൽ അലീം, മഹാനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. വബി വജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം, അള്ളാഹുവിൻ്റെ ആ വജ്ഹും അവൻ്റെ അധികാരവും ഒക്കെ എടുത്തു പറഞ്ഞ് മിനശ്ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ഫൈദാ ഖാല ദാലിക, ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഖാല ഷൈത്വാൻ പറയുന്നതാണ് ഹുഫിള മിന്നി സായിറൽ യൗം, ഇന്നത്തെ മുഴുവൻ ദിവസം നിനക്ക് എന്നിൽ നിന്ന് കാവൽ ലഭിച്ചു. അപ്പോൾ പിശാചും ചിലപ്പോൾ ചില ദിക്റുകൾ നമ്മൾ ഉരുവിടുമ്പോൾ പിശാച് പോലും അത് സമ്മതിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് നമ്മൾ ചൊല്ലിയാൽ പിശാച് പറയുന്ന ഇന്നിവിടെ അവൻ്റെ കൂട്ടാളികളെ വിളിച്ച് ഇന്ന് ഇവൻ്റെ കൂടെ രാപ്പാർക്കാനും ഭക്ഷണം കഴിക്കാനും ഇല്ല. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ പിശാച് അവൻ്റെ കൂട്ടാളികളോട് പറയുന്ന ഇവനൊന്ന് വലിയ കാവല കിട്ടിയിട്ടുണ്ട്, ഇവനെ വഴിവഴപ്പിക്കാൻ മറ്റൊരാൾക്കും സാധിക്കൂല. അപ്പോൾ അത് നമ്മൾ അത്തരം ദിക്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണിതിൽ ശ്രദ്ധിക്കേണ്ടത്. ബിസ്മിയുമായി ബന്ധപ്പെട്ടും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ബിസ്മി എവിടെയെങ്കിലും എഴുതുകയാണെങ്കിൽ എന്ത് വേണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ എഴുതണം. അത് മുഫസ്സിറുകൾ ആ ഒരു അറിവ് നമുക്ക് നൽകിയത് ബിൽഖീസ് രാജ്ഞിക്ക് ഹുദ്ഹുദ് എന്ന പക്ഷിയുടെ അടുത്ത് സുലൈമാൻ അലൈഹിസ്സലാം കത്ത് കൊടുത്തു വിട്ടപ്പോൾ വ ഇന്നഹു ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ എഴുത്ത് ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിക്കൊണ്ടാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും ബിസ്മി എഴുതുന്ന പക്ഷം മുഴുവൻ എഴുതണം. പലരും ബിസ്മില്ലാ എന്ന് മാത്രം എഴുതും. ബിസ്മില്ലാ എന്ന് മാത്രം എഴുതരുത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നാൽ വുളു എടുക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി, ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല, അതൊക്കെ അതിൻ്റെ മനഹജ് അനുസരിച്ച് ആ സുന്നത്ത് തന്നെ നമ്മൾ നിർവഹിക്കുക. ഇനി ഇതിൽ ഒന്നാമത്തെ ആയത്ത് അലിഫ് ലാം മീം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 29 അധ്യായങ്ങളിൽ ഒരക്ഷരം കൊണ്ട് അതുപോലെ 5 അക്ഷരം വരെയുള്ള ഇതുപോലുള്ള അറബി അക്ഷരങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ഇതും അള്ളാഹുവിൻ്റെ കലാമാണ്. അതിനെ വിശദീകരിച്ച് മുഫസ്സിറുകളൊക്കെ പറഞ്ഞത് അത് ലി ബയാനി ഇജാസിൽ ഖുർആൻ, ഖുർആനിൻ്റെ ഒരു അമാനുഷികത വ്യക്തമാക്കുന്നതാണ് ഈ ഇത്തരം അക്ഷരങ്ങൾ എന്നാണ്. നൂൻ, സ്വാദ് അല്ലെങ്കിൽ ത്വാഹ, യാസീൻ, അലിഫ് ലാം മീം, അലിഫ് ലാം റാ, കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്ന് വരെ അള്ളാഹു പറഞ്ഞപ്പോൾ അതിനെപ്പോലും വെല്ലുന്ന ഒരു വചനം കൊണ്ടുവരാൻ ഖുർആനെ അന്ന് എതിർത്ത ആളുകൾക്ക്
കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഖുർആനിൻ്റെ ഒരു അമാനുഷികത വ്യക്തമാക്കുന്നതാണ് ഈ വചനം. അതിന് പ്രത്യേക ഒരു തഫ്സീർ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുകയോ ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ ഒരു ആയത്തായി ഇവിടെ ഇത് ഒന്നാമത്തെ ആയത്താണ്. ചില അധ്യായങ്ങൾ ഒരായത്തിൻ്റെ കൂടെയായിരിക്കും ഇത് വന്നിട്ടുണ്ടാകുക. ഇതിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ എന്താണ്? അലിഫ് ലാം മീം എന്നാണ്. അതിൻ്റെ ആ ദീർഘം ലാമും മീമും ഒരു 6 അലിഫിൻ്റെ ദൈർഘ്യമെങ്കിലും വരുന്ന നിലക്ക് നമ്മളത് നീട്ടി പാരായണം ചെയ്യുകയും വേണം. ഇനി ആദ്യ ആയത്ത് അഹസിബന്നാസു അൻ യുത്റകു. അവിടെ ആ എന്നുള്ളത് ചോദ്യമാണ്. ഹസിബ എന്നാണ്. ഹസിബ യഹ്സബു, അതിനാണ് ഹിസാബ് വിചാരണ വരുന്നതും അങ്ങനെ തന്നെ. ഇവിടെ ഹസിബ എന്നുള്ളൂ എന്നാണ്, കരുതി, വിചാരിച്ചു. അള്ളാഹ് ചോദിക്കുകയാണ് അഹസിബന്നാസു, മനുഷ്യർ വിചാരിക്കുന്നുവോ, അൻ യുത്റകു, അവർ വിടപ്പെടുമെന്ന്, അവരെ വെറുതെ വിടും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടും എന്ന അള്ളാഹുവിൻ്റെ ചോദ്യമോ വിചാരണയോ ഒന്നുമില്ലാതെ അവരെ വിടുമെന്നാണോ മനുഷ്യർ വിചാരിക്കുന്നത്? അൻ യഖൂലു, അവർ പറയുന്നതിനാൽ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വഹും ലാ യുഫ്തനൂൻ, അവരൊരു പരീക്ഷണത്തിനും വിധേയമാകൂല എന്നുമാണോ അവർ വിചാരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ് എന്ന് പറയുന്നതോടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് അവർ അർഹത നേടി, പിന്നെ അവർക്ക് ഒന്നുമില്ല എന്നാരും കരുതണ്ട. ഈമാൻ അതൊരു പരീക്ഷണത്തിൻ്റെ മേഖലയാണ്. ഈമാനിൻ്റെ തോത് അതിൻ്റെ അളവനുസരിച്ച് പരീക്ഷിക്കപ്പെടുന്നതാണ്. അത് ഹദീത്തിൽ തന്നെ കാണും. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ ഖുൽതു, അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഷദ്ദു ബലാഅൻ, മനുഷ്യരിൽ ആരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അൽ അംബിയാഉ, നബിമാരാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അവർക്ക് താഴെ, ആ നബിമാർക്ക് താഴെ വരുന്ന സിദ്ദീഖുകൾ, ശുഹദാക്കൾ, ഔലിയാക്കൾ, വിശ്വാസികൾ. ഫയുബ്തലർ റജുലു അലാ ഹസബി ദീനിഹി, ഒരാളുടെ ദീനിനനുസരിച്ച്, അവൻ്റെ ദീനീ നിഷ്ഠ, ദീനീ ബോധം, അതിനനുസരിച്ച് ഒരാൾ പരീക്ഷിക്കപ്പെടും. ഫഇൻ കാന ദീനുഹു സുൽബൻ ഇഷ്തദ്ദ ബലാഉഹു, ഒരാളുടെ ദീന് എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ച് അവൻ്റെ പരീക്ഷണം വർദ്ധിക്കും. വഇൻ കാന ഫീ ദീനിഹി ദിഖത്തുൻ, ഒരാൾക്ക് ദീനിൽ ലോലമായ അതിൻ്റെ കടുപ്പം കുറഞ്ഞ അവസ്ഥയാണുള്ളതെങ്കിൽ ഉബ്തുലിയ അലാ ഹസബി ദീനിഹി, അവനുള്ള ദീനനുസരിച്ച് പരീക്ഷിക്കപ്പെടും. ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യതുറകഹു യംഷി അലൽ അർളി മാ അലൈഹി ഖത്വീഅ, ഒരാൾ എത്രത്തോളം അങ്ങനെ പരീക്ഷണത്തിന് വിധേയമാകുമോ അള്ളാഹ് അവനെ വിടും ഈ ഭൂമുഖത്ത്. എങ്ങനെ? അവനിൽ ഒരു പാപ്പക്കറയുമില്ലാത്ത നിലക്ക്. പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ, ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുമ്പോൾ, ആ പരീക്ഷണമൊക്കെ അവൻ സഹിക്കുന്നുണ്ട്, മാനസികമായും ശാരീരികമായും എല്ലാ രംഗത്തും അവൻ പരീക്ഷണം സഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ അവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? വമാ അലൈഹി ഖത്വീഅത്തുൻ, ഒരു തെറ്റും ഒരു കുറ്റവും അവനില്ലാത്ത നിലക്കാണെന്നാണ്. ഒരിക്കൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടത് ഹദീസുകളിൽ കാണും. ഖബ്ബാബുൽ അറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ശഖൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ടു. വഹുവ മുത്തവസ്സിദുൻ ബുർദത്തൻ ലഹു ഫി ളില്ലിൽ കഅബ, കഅബയുടെ തണലിൽ ഇങ്ങനെ ഒരു പുതപ്പ് തലയിണയായി വെച്ച് റസൂൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾ റസൂലിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് സഹായം തേടുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുന്നില്ലേ? കാരണം ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ് ശത്രുക്കളുടെ മർദ്ദനങ്ങൾ അതിശക്തമായി, അവർ ശരീരത്തിൽ ശത്രുക്കൾ അടിച്ചു വരുത്തിയ പാടുകൾ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, കാന റജുലു ഫീമൻ ഖബലക്കും യുഹ്ഫറു ലഹു ഫിൽ അർദ്, നിങ്ങളുടെ മുൻഗാമികളിൽ ചിലർ അവർക്ക് വേണ്ടി ഭൂമിയിൽ കുഴികൾ കുത്തി, ഫയുജഅലു ഫീഹി, എന്നിട്ട് ആ കുഴിയിലേക്ക് അവരെ ഇറക്കി, ഫയുജാഉ ബിൽ മിൻഷാർ, എന്നിട്ട് വാള് കൊണ്ടുവന്നു, ഫയൂലഉ അലാ റഅസിഹി, എന്നിട്ട് ആ വാള് ആ കുഴിയിൽ ഇറക്കപ്പെട്ട ആ സത്യവിശ്വാസിയുടെ അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ തലയിൽ വെച്ച് ഫയുഷഖു ബിസ്നതൈനി, 2 ചീളാക്കി മുറിച്ചു.
വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, എന്നിട്ടും ദീനിൽ നിന്ന് അതവരെ തെറ്റിച്ചിട്ടില്ല. വയുംഷതു ബി അംഷാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി മിൻ അൽമിൻ ഔ അസബിൻ, ശരീരത്തിലെ ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ടുവന്ന് മാംസം മുഴുവൻ അവർ ചീർപ്പ് മുടി ചീകുന്നത് പോലെ ചീകി എല്ലും ഞരമ്പുകളും ശേഷിക്കുന്ന അവസ്ഥ അവർ വരുത്തി. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ഇതൊന്നും അവരെ ദീനിൽ നിന്ന് തെറ്റിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് അഹസിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ, മനുഷ്യർ വിചാരിക്കുന്നുവോ അവർ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവർ വെറുതെ വിടുമെന്ന്? വഹും ലാ യുഫ്തനൂൻ, ഒരു പരീക്ഷണത്തിനും വിധേയമാകാതെ. അപ്പോൾ ഈമാൻ എന്നത് പരീക്ഷണത്തിൻ്റെ മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുഅ്മിൻ അവൻ്റെ ആ ഈമാനിൻ്റെ ശക്തിക്കനുസരിച്ച് പരീക്ഷിക്കും. അതുകൊണ്ടാണല്ലോ അദ്ദുന്യാ ജന്നത്തുൽ കാഫിർ, ദുന്യാവ് സത്യനിഷേധിക്ക് സ്വർഗമാണ്. വാ സിജുനുൽ മുഅ്മിൻ, ദുന്യാവ് വിശ്വാസിക്ക് ഒരു ജയിലറെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അവന് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നാവുകൊണ്ടും അവൻ്റെ ബുദ്ധി കൊണ്ടും അവൻ്റെ ഇടപെടലുകളിലും ഒക്കെ ശ്രദ്ധിക്കാനുണ്ട്. സ്വാഭാവികമായി ഈ ദുനിയാവ്, ക്ഷണികമായ ദുനിയാവിൽ അത്തരം പരീക്ഷണങ്ങൾ വരാം. അവിടെ വിജയിക്കാൻ സാധിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, വലഖദ് തീർച്ചയായും, ഫതന്ന നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫതന എന്ന വാക്കുന്ന ഫിതൻ, അല്ലദീന മിൻ ഖബ്ലിഹിം മുമ്പുള്ളവരെ, ഇവർക്ക് മുമ്പുള്ളവരെയും. അതാണ് നേരത്തെ പറഞ്ഞ ആ കുഴിയുണ്ടാക്കി അതിൽ വെച്ച് കീറിയതും അതുപോലെ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ വാർന്ന് എല്ലും ഞരമ്പുകളും ശേഷിക്കുന്ന അവസ്ഥ വരുത്തിയതൊക്കെ അതാണ്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. അതിനാൽ ലയഅലമന്ന, തീർച്ചയായും തിരിച്ചറിയുക തന്നെ ചെയ്യും. അവിടെ അറിയുമെന്ന് പറഞ്ഞേക്കാളും ഗൗരവം എന്താണ്? തിരിച്ചറിയുക തന്നെ ചെയ്യും. അല്ലാ ആരെ? അല്ലദീന സ്വദഖൂ, സത്യസന്ധന്മാർ, ഈ ദീനിൽ ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ നിലകൊള്ളുന്നവരാരൊക്കെ എന്ന് അള്ളാഹു തിരിച്ചറിയും. വലയഅലമന്നൽ കാദിബീൻ, ആ സത്യസന്ധതക്കെതിരാണ് കെദിബ്, കളവും വഞ്ചനയുമായി നടക്കുന്നവരെയും തിരിച്ചറിയുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവൻ്റെ ദീനിൽ ആവശ്യം കുറേ വേഷക്കാരും കോലക്കാരും ഒന്നുമല്ല. അള്ളാഹുവിന് ആവശ്യം ഇഖ്ലാസോടുകൂടി ഈ ദീനിൽ നിലനിൽക്കുന്നവരെയാണ്. അതുകൊണ്ട് തന്നെ ആ ദീനിൽ ആ സത്യസന്ധമായി നിലകൊള്ളുന്നവർക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ആ സത്യസന്ധതയിൽ നിലനിൽക്കും. അല്ലാത്തവരോ അതിൽ നിന്ന് പതുക്കെ ഊരിപ്പോകും. അതാണ് കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതാണ് നമുക്ക് കാണാൻ കഴിയുക. അവർക്ക് അനുകൂലമായതിലൊക്കെ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടാവും. അവർക്ക് പ്രതികൂലം, യുദ്ധത്തിന് വിളിച്ചാൽ പതുക്കെ അവർ മാറും. ഒനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുന്നപ്പോൾ ഓടി വരും. അവർക്ക് വേണ്ടതിനൊക്കെ അവർ മുന്നിലുണ്ടാകും. അവർക്ക് പ്രയാസം സഹിക്കാനൊന്നും അവർക്ക് കഴിയില്ല. അപ്പോൾ അതൊക്കെ നമ്മളും തിരിച്ചറിയുക. ഇതൊക്കെ നമുക്കും ബാധകമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരീക്ഷണം എന്ന് പറയുമ്പോൾ ഈ ദുനിയാവ് തന്നെ ഒരു പരീക്ഷണമാക്കി വെച്ചതാണ്. സൂറത്ത് കഹ്ഫിലുണ്ടല്ലോ, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ഭൂമുഖം തന്നെ എന്താണ്? പരീക്ഷണമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, വല്ലാഹി ലാ അഖ്ഷ അലൈക്കുമുൽ ഫഖർ, ദാരിദ്ര്യം നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യവും പട്ടിണിയും വന്ന് അത് കാരണം നിങ്ങൾ ഈ ദീനിൽ നിന്ന് മാറിപ്പോകോ എന്ന ഭയം എനിക്കില്ല. വലാകിൻ അഖ്ഷ അലൈക്കും അൻ തുബ്സത ലക്കുമുൽ അർളു വസീനതുഹ, ഈ ഭൂമി അതിൻ്റെ അലങ്കാരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അതിൽ നിങ്ങൾ പെട്ട് ഈ ദീനിനെ മറക്കോ, അള്ളാഹുവിനെ മറക്കോ, ഖുർആൻ കയ്യൊഴിക്കോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. സൂറത്ത് ആല ഇംറാനിലെ 2 വചനങ്ങൾ, 142, അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്നാണോ കരുതുന്നത്? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ, ക്ഷമാലുക്കളെയും
നിങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ മുഴുകുന്നവരെയും അള്ളാഹ് തിരിച്ചറിയാതെ നിങ്ങൾക്കങ്ങ് സ്വർഗത്ത് കടക്കാമെന്നാണോ വിചാരിക്കുന്നത്? മറ്റൊരു വചനം 179, മാക്കാനല്ലാഹുലി യദറൽ മുഅ്മിനീന അലാമ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിന ത്വയ്യിബ്. നിങ്ങളിപ്പോഴുള്ള അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ ഖബീസും ത്വയ്യിബും, ആരിലൊക്കെയാണ് ദുഷിച്ച സമ്പ്രദായങ്ങൾ, ആരിലൊക്കെയാണ് നല്ല ശീലങ്ങളുള്ളത് എന്ന് തിരിച്ചറിയാതെ അള്ളാഹു നിങ്ങളെ വിടുകയില്ല. ഇതൊക്കെ നമുക്ക് പാഠമാണ്. പരമാവധി അത്തരം പരീക്ഷണ ഘട്ടങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ തരണം ചെയ്യണം. അതോടൊപ്പം തോന്നിവാസങ്ങളുടെ ഫിത്തനകൾ, മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യുസ്ബിഹുൽ മുഅ്മിനു, പിന്നെ ഒരാൾ യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വ യുംസി കാഫിറൻ. ദുനിയാവിൽ അത്രമാത്രം മനുഷ്യനെ പഴപ്പിക്കുന്ന ഘടകങ്ങൾ വരും. രാവിലെ വിശ്വാസിയായവൻ വൈകുന്നേരം അവിശ്വാസിയായി മാറും. വ യുംസി മുഅ്മിനൻ വ യുസ്ബിഹു കാഫിറ. വൈകുന്നേരത്തെ വിശ്വാസി അടുത്ത പ്രഭാതമാകുമ്പോഴേക്ക് അവൻ അവിശ്വാസിയായി മാറുന്ന അവസ്ഥ വരും. അത്തരം പരീക്ഷണങ്ങളൊക്കെ ഉള്ളൊരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദീനിനെയും ദീനീ ജീവിതത്തെയും ദീനീ നിഷ്ഠയെയും പഠനവിധേയമാക്കി സത്യസന്ധമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുക. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അങ്ങനെ നിലകൊള്ളുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും നമുക്ക് ലഭിക്കുക എന്നതാണ്. അതുമാത്രമല്ല, പിന്നെ ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറഞ്ഞൊരു കാര്യം, ഫി ആദിഹിൽ ആയാത്തി സിറുൻ ലത്തീഫുൻ വ ഇബ്രത്തുൻ വ ഹിക്മത്തുൻ. ഈ ആയത്തുകളിലൊക്കെ അടങ്ങിയൊരു രഹസ്യമുണ്ട്, അതുപോലെ ഗുണപാഠമുണ്ട്, ഹിക്മത്തുണ്ട്. എന്താണ്? അന്ന അബാന ആദം കാന ഫിൽ ജന്നതി യഅകുലു മിൻഹാ റഗദൻ ഹൈതു ശാഅ ഫി അതമ്മി നിഅമ. നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ യഥേഷ്ടം സുഭിക്ഷമായ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചിങ്ങനെ കഴിയായിരുന്നു. വ അക്മലി സുറൂർ വ അർഗദി ഐഷ്, ഏറ്റവും നല്ല സന്തോഷത്തിലും നല്ല ജീവിതത്തിലുമായിരുന്നു. വലൗ തനാസൽന ഫീഹാ ലകുന്ന ഫി അർഗദി ഐഷിൻ വ അതമ്മി നിഅമ. ആ സ്വർഗത്തിൽ തന്നെയാണ് നമ്മളൊക്കെ അന്ന് പറന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമുക്കും ആ അവസ്ഥ കിട്ടുമായിരുന്നു. പക്ഷെ വലാകിന്ന ഇബ്ലീസ് അലൈഹി ലആഇനുള്ള, എല്ലാ ശാപങ്ങളും ആ ഇബ്ലീസിൻ്റെ പേരിലുണ്ടാവട്ടെ, അവൻ യഹ്താല ബിമക്രിഹി വഖിദാഇഹി അലാ അബവൈന ഹത്താ അഖ്റജഹുമാ മിനൽ ജന്ന. അവൻ എല്ലാ അടവും പയറ്റി നമ്മുടെ മാതാവിനെയും പിതാവിനെയും ആദം ഹവ്വ അലൈഹിമസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളി. അതുകൊണ്ട് വഹീന ഇതിൻ ഹക്കമല്ലാഹു തആല അന്ന ജന്നതഹു ലാ യദ്ഖുലുഹാ അഹദുൻ ഇല്ലാ ബഅദൽ ഇബ്തിലാഇ വശദാഇദി വത്തഅബ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് ഒരു ഹുക്മ് വെച്ചു, ഈ ഭൂമിയിൽ വന്ന മനുഷ്യൻ അവൻ കുറച്ചൊക്കെ പ്രയാസപ്പെട്ട് ആ പ്രയാസത്തിൽ വിജയിച്ച് വീണ്ടും തിരിച്ചു വരാനാണ് അള്ളാഹുവിൻ്റെ നിയമമുള്ളത്. അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, മനുഷ്യരത് മനസ്സിലാക്കുകയും ഇബ്ലീസിൻ്റെ കെണിയിൽ പെടാതെ അവൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെ അള്ളാഹിൻ്റെ തൃപ്തി നേടി ഇവിടെ ജീവിച്ചാൽ ആ സ്വർഗത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ വിജയിക്കണം എന്നാണ് നമുക്ക് പാഠം. ഇനി അടുത്തത്, അം ഹസിബല്ലദീന യഅമലൂന സയ്യിആതി അൻ യസ്ബിഖൂന. അം അതോ, ഹസിബ കരുതുന്നുവോ, അല്ലദീന യഅമലൂന അസ്സയ്യിആതി തിന്മകൾ പ്രവർത്തിക്കുന്നവർ. ആ തിന്മകൾ എന്ന് പറഞ്ഞാൽ കുഫറും ഷിർക്കും അടക്കമുള്ള എല്ലാ തിന്മകളും, അള്ളാഹുവിനെ തീർത്തും മറന്ന് ധിക്കാരികളായി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് ചോദിക്കാൻ. തിന്മകളിൽ മുഴുകുന്നവർ, തിന്മകൾ പ്രവർത്തിക്കുന്നവർ കരുതുന്നുവോ അൻ യസ്ബിഖൂന, നമ്മെ മുൻകടക്കാൻ അവർക്ക് കഴിയുമെന്ന്. എന്നാൽ അള്ളാഹിനെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ അള്ളാഹുവിന് ഞങ്ങളെ പിടികൂടാൻ കഴിയില്ല, പിടിച്ച് ശിക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെയാണോ അവർ വിചാരിക്കുന്നത്? ആ ധാരണ വേണ്ട. അതാണ് സൂറത്ത് ഇബ്രാഹിമിൻ്റെ അവസാനമുണ്ട്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹ് അശ്രദ്ധനാണെന്ന് ഒരിക്കലും കരുതണ്ട. ഒരുപക്ഷെ അക്രമിക്ക് ഇങ്ങനെ അവൻ നീട്ടിയിട്ട് കൊടുക്കും, അവന് അവസരം വിട്ടുകൊടുക്കും, അവന് മാറി ചിന്തിച്ചു വരാൻ. ഇനി അങ്ങനെ അവൻ ധിക്കാരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹ് ഒരൊറ്റ പിടുത്തം പിടിക്കും. അതാണ് ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിൻ്റെ റബ്ബിൻ്റെ പിടുത്തം അതികഠിനമാണ്. അള്ളാഹ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ പിടുത്തം
ഉണ്ടായാൽ പിന്നെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് തിന്മകളിൽ ബോധപൂർവം ഒഴുകുന്നവർ ഒരിക്കലും അള്ളാനെ മുൻകടക്കാൻ കഴിയുമെന്നോ അള്ളാനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നോ കരുതണ്ട. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, സാ അമാ യഹ്കുമൂൻ, സാ ആ എത്ര ചീത്ത, മാ യഹ്കുമൂൻ അവരാ വിധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹിനെക്കുറിച്ചുള്ള ആ ധാരണ ഉണ്ടല്ലോ, അത് എത്ര മോശപ്പെട്ട ധാരണയാണ്. ആ ധാരണ വെച്ച് ജീവിക്കണ്ട എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുക. എന്നിട്ട് അള്ളാഹു ഏറ്റവും നല്ല ഒരു ഉണർത്തലാണ് അടുത്ത വചനത്തിലൂടെ നൽകുന്നത്. മൻ കാന യർജു ലിഖാ അല്ലാഹ്, മൻ ആരാണ്, യർജു പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ലിഖാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ലിഖാ, ലഖിയ എന്നുള്ള വാക്കുന്നാണ് ലിഖാ വരുന്നത്, കണ്ടുമുട്ടൽ. അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിനെ നേർക്കുനേരെ സത്യവിശ്വാസികൾ കാണും. അതാണ് വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹ നാളിറ. അന്ന് ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് പ്രശോഭിച്ചു കൊണ്ടിരിക്കും. എന്താ കാരണം? അവർ റബ്ബിലേക്ക് നോക്കിയതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ലിഖാ ആരാണ് പ്രതീക്ഷിക്കുന്നത്, അത് പ്രതീക്ഷിക്കണം എന്നാണ്. അത് ഒരു ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്, അഹബ്ബല്ലാഹു ലിഖാഅഹു അവരെ കണ്ടുമുട്ടാൻ അള്ളാഹ് ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ആ ലിഖാഇനെ ആരാണ് വെറുക്കുന്നത്, കരിഹല്ലാഹു ലിഖാഅഹു അള്ളാഹ് അവനെ കണ്ടുമുട്ടാനും വെറുക്കും. അപ്പോൾ ഫഖുൽതു, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, യാ നബിയല്ലാ, അള്ളാഹുവിൻ്റെ നബിയെ, ആ കറാഹിയത്തുൽ മൗത്ത്, ഇവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുക്കുക എന്ന് പറയുമ്പോൾ അത് മരണത്തെ വെറുക്കലാണോ? ഫകുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങളൊന്നും മരണം ആഗ്രഹിക്കുന്നവരല്ല, മരണത്തെ വെറുക്കുന്നവരാണ്. അപ്പോൾ ഫക്കാല, അവർ റസൂലുള്ളാഹി പറയാണ്, ലൈസ കദാലിക്, നീ വിചാരിച്ച പോലെ അല്ല കാര്യം. വലാകിന്നൽ മുഅ്മിന ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹി വറിദ്വാനിഹി വജന്നതിഹി, ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച്, അവൻ്റെ റിദ്വാൻ തൃപ്തിയെക്കുറിച്ച്, അവൻ്റെ സ്വർഗത്തെക്കുറിച്ചൊക്കെ സന്തോഷവാർത്ത നൽകിയാൽ അഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹിൻ്റെ ആ സ്വർഗം അനുഭവിച്ച് അവനെ കണ്ടുമുട്ടുന്നത് അവൻ ഇഷ്ടപ്പെടും. ഫ അഹബ്ബല്ലാഹു ലിഖാഅഹു, അള്ളാഹ് അവൻ്റെ ലിഖാഇനെ ഇഷ്ടപ്പെടും. എന്നാൽ വ ഇന്നൽ കാഫിറ, ഒരു കാഫിർ, ഇദാ ബുശ്ശിറ ബി അദാബില്ലാഹി വസഖതിഹി, അവനോട് അള്ളാഹിൻ്റെ ശിക്ഷയുണ്ട് കേട്ടോ, അള്ളാഹുവിൻ്റെ കോപ്പൻ നിനക്കുണ്ടെന്ന് പറഞ്ഞാൽ, കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹിനെ കണ്ടുമുട്ടുന്ന അവന് വെറുക്കും. വ കരിഹല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടാൻ അള്ളാഹും വെറുക്കുമെന്ന്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? അള്ളാഹുവിൻ്റെ ലിഖാ പ്രതീക്ഷിക്കണം. സൂറത്ത് കഹ്ഫിൻ്റെ അവസാനമുണ്ട്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. അള്ളാഹിൻ്റെ ലിഖാ ആര് പ്രതീക്ഷിക്കുന്നുവോ അവർ നന്നായി സൽക്കർമ്മങ്ങളിൽ മുഴുകുക. ആ സൽക്കർമ്മങ്ങളിൽ ഷിർക്കിൻ്റെ ഒന്നും വരാതെ, ഷിർക്കില്ലാത്ത നിലക്ക് അവൻ ആ സൽക്കർമ്മങ്ങളിൽ മുഴുകട്ടെ എന്നാണ്. രണ്ടാം ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയിൽ കാണും. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ കബുറത്ത് സിന്നി വലഉഫത്ത് ഖുവ്വതി വൻതശറത്ത് റഇയ്യതി. അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുവേ, എൻ്റെ പ്രായം കുറേ ആയി, എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു, വൻതശറത്ത് റഇയ്യതി, എൻ്റെ പ്രജകളൊക്കെ ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച് എനിക്കൊരുപാട് റഇയ്യത്തുകളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫഖ്ബിൽനി ഇലൈക ഗൈറ മുളയ്യിൻ വലാ മുഫദ്ദിത്തിൻ, നീ എന്നെ ഇനി എനിക്ക് വേണ്ടത് നീ എന്നെ സ്വീകരിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ നിന്നോടുള്ള ബാധ്യത നഷ്ടം വരുത്തുന്ന അവസ്ഥയിലല്ലാതെ നീ എന്നെ സ്വീകരിച്ചാലും എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് 1 മാസം പൂർത്തിയായിട്ടില്ല, ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നാണ്. അതാണ് മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. അള്ളാഹിൻ്റെ ലിഖാഇനെ ആത്മാർത്ഥമായി ഒരാൾ കൊതിച്ചാൽ അള്ളാഹ് അവനെ കണ്ടുമുട്ടാനും കൊതിക്കും. അപ്പോൾ ഇവിടെ അതാ പറയുന്നത്, മൻ ഖാന യർജു ലിഖാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ലിഖാ
കണ്ടുമുട്ടൽ ആരാണ് പ്രതീക്ഷിക്കുന്നത്? അവരോട് പറയാണ് ഫ ഇന്ന അജലല്ലാഹി, അള്ളാഹ് നിശ്ചയിച്ച അവധി ല ആത്തിൻ, അത്താന്നുള്ള വാക്കുന്നാണ്, അത് വരിക തന്നെ ചെയ്യും. എന്നാൽ അള്ളാഹുവിനെ ഓരോ മനുഷ്യനും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് വേറെയും വചനങ്ങളിൽ കാണാം. പിന്നെ യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹി, മനുഷ്യ നീ കഠിനാധ്വാനം ചെയ്ത് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു വഹുവസ് സമീഉൽ അലീം, വഹുവ അവൻ, അസ്സമീഉ, ഇവിടെ സമീ എന്ന് പറഞ്ഞാൽ വല്ലാഹു വഹ്ദഹു ഹുവസ് സമീഉ ലിജമീഇൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനാണവൻ. അൽ അലീം എന്ന് പറഞ്ഞാൽ അൽ അലീമു ബികുല്ലിൽ കായിനാത്ത്, ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ സൃഷ്ടികളായി ആരൊക്കെയുണ്ടോ, ലാ യഖ്ഫ അലല്ലാഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലോ ആകാശത്തിലോ ഒരാളും അവനെ തൊട്ട് മറഞ്ഞു നിൽക്കൂല. അള്ളാഹിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, അള്ളാഹിൻ്റെ അറിവിൽ നിന്ന് ഒഴിവാകുന്ന ഒരാളും ഇല്ല. ആ നിലക്ക് ആ സൃഷ്ടികളെ കുറിച്ച് മുഴുവൻ അറിയുന്നവനാണ് അള്ളാഹു. എന്നിട്ട് ഇവിടെ പ്രത്യേകം പറയാൻ കാരണം എന്താണ്? ഫഹുവ സമീഉ ലി ഖൗലി മൻ ഖാല ആമന്നാ ബില്ലാ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ് എന്ന് പറയുന്നവരുടെ വാക്ക് കേട്ടവനും അവരറിഞ്ഞവനുമാണ്. എങ്ങനെ അറിയാം? അവരെ അള്ളാഹു കേട്ടിട്ടുണ്ട്. അൽ അലീമു ബിസുദ്ഖി ഔ കദിബി ദഅവാഹും, ആ ആമന്നാ ബില്ലാന്ന് ആരൊക്കെ പറയുന്നുവോ അത് പറയുമ്പോൾ അവൻ സത്യസന്ധമായിട്ടാണോ ഒരാൾ പറയുന്നത്, അതല്ല അതിൽ വല്ല നിഫാക്കുമുണ്ടോ? ഇപ്പോൾ മുനാഫിക്കുകൾ വന്നത് പറഞ്ഞവരാണ്. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലു നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്. അവിടെ അള്ളാഹ് പറഞ്ഞെന്താ? ഓല ഇന്നക, തീർച്ചയായും താങ്കൾ ലറസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂൽ തന്നെയാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. അവന് അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? വല്ലാഹു യഅലമു ഇന്നക ലറസൂൽ, അള്ളാഹുവിൻ്റെ ദൂതനാണ് താങ്കളെന്ന് അള്ളാഹ്ക്കറിയാം. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബുൻ, അള്ളാഹ് സാക്ഷ്യം വഹിക്കുന്നു മുനാഫിക്കുകളാ പറഞ്ഞത് കളവാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിച്ച് വഹുവ സമീഉൽ അലീം എന്ന് പ്രത്യേകം പറയാൻ കാരണം, ആമന്നാ ബില്ലാഹി എന്ന് മനുഷ്യരിൽ ആരൊക്കെ പറയുന്നു, ഏതൊക്കെ കാലഘട്ടത്തിൽ പറയുന്നു, അവരെക്കുറിച്ച് ആ വാക്കല്ല കേട്ടിട്ടുണ്ട്. അതോടൊപ്പം അൽ അലീമു ബിസിദ്ഖി ഔ കദിബി ദഅവാഹും, അവരാ പറഞ്ഞു വാദിച്ചതിൽ സത്യസന്ധമാണോ അതല്ല കളവാണോ എന്നറിയുന്നവനാണ് അള്ളാഹ്. അതുകൊണ്ട് വയഅലമു മൻ കാന സ്വാദിഖൻ ഫി റജാഇ ലിഖാഇഹി, അള്ളാഹുവിൻ്റെ ലിഖാ പ്രതീക്ഷിച്ചുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞവരെ അള്ളാഹുവിന് അറിയുകയും ചെയ്യും. ഫയുസീബുഹു വയംനഹുഹു മാ യർജൂഹു, അള്ളാഹ് അവർക്ക് തക്കമായ പ്രതിഫലം നൽകും. അവരാ പ്രതീക്ഷിച്ചതെന്തോ അതവർക്ക് അള്ളാഹ് നൽകും. എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനെ കാണാൻ സൗഭാഗ്യം ലഭിക്കും. എന്നിട്ട് അള്ളാഹ് പറയാണ് ഒമൻ ജാഹദ, ആരാണ് അവിടെ ജാഹദ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും അവസാനം നടക്കുന്ന ശത്രുവിനോട് യുദ്ധക്കളത്തിൽ പോരാടുന്ന ജിഹാദ്, അത് ഖിതാലാണ്. എന്നാൽ അതിനു മുമ്പ് ഒരാളിൽ ഉണ്ടാകുന്ന ജിഹാദ്, അവൻ്റെ ജിഹാദുൻ നഫ്സുണ്ട്, അവൻ്റെ ദേഹേച്ഛയോട് അവൻ പോരാടുന്നത്, അവൻ്റെ സമ്പത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ അവൻ്റെ പോരാട്ടങ്ങൾ, തിന്മകൾ കാണുമ്പോൾ ആ തിന്മക്കെതിരുള്ള അവൻ്റെ നിലനിൽപ്പ്, ഇതൊക്കെ ജിഹാദാണ്. ഈ നിലക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരാണ് ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നത്, ജിഹാദിൽ ഏർപ്പെടുന്നത്, ഫഇന്നമാ യുജാഹിദു ലിനഫ്സിഹി, തീർച്ചയായും അവൻ ധർമ്മസമരം ചെയ്യുന്നത് ലിനഫ്സിഹി, അത് അവന് വേണ്ടി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ച് ഒരു ഏറ്റവും ചെറിയൊരു കർമ്മം ചെയ്താലും വലിയൊരു കർമ്മം ചെയ്താലും അതിൻ്റെ നേട്ടം നമുക്കാണ്. അതിൽ നമ്മൾ അകന്നു നിന്നാൽ അതിൻ്റെ കോട്ടവും നമുക്കാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലഗനിയ്യുൻ, അവൻ ധന്യനാണ്, അനിൽ ആലമീൻ, അവൻ പിന്നെ ലോകരെ തൊട്ട്, ലോകത്തുള്ള എല്ലാവരെ തൊട്ടും അവൻ ധന്യൻ. എന്ന് പറഞ്ഞാൽ
നിങ്ങൾ എത്ര ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ് ചെയ്താലും നിങ്ങളുടെ ഒരു കർമ്മത്തിൻ്റെ ഒരു അംശം പോലും അള്ളാഹുവിന് വേണ്ട. അള്ളാഹുവിന് നിലകൊള്ളാൻ നിങ്ങളെ ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ വേണ്ട. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണും, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖാലല്ലാഹു തബാറക വ തആല, ഇതാ അത്യുന്നതനായ അള്ള പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നക്കും ലൻ തബ്ലുഗു ലദ്ദി ഫതളുറൂനി വലൻ തബ്ലുഗു നഫ്ഇ ഫതൻഫഊനി, നിങ്ങൾക്ക് എനിക്ക് ഒരു ഉപദ്രവം വരുത്താൻ ഏതായാലും കഴിയൂല, എന്നാൽ വല്ല ഉപകാരവും നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ കഴിയോ, അതിനും കഴിയൂല. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലൗ അന്ന അവലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, നിങ്ങളിലുള്ള ആദ്യക്കാരും അവസാനക്കാരും അതുപോലെ മനുഷ്യരും ജിന്നുകളുമൊക്കെ, കാനു അല അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളിലുള്ള ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നിൽക്കുക. എല്ലാ ജിന്നുകളും മനുഷ്യരും ഏറ്റവും നല്ല ഒരു മനുഷ്യനെ പോയി ആയി. മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ അതുകൊണ്ട് ഒരു വർധനവും സംഭവിക്കൂല. യാ ഇബാദി ലൗ അന്ന അവലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ഇതേപോലെ മനുഷ്യരും ജിന്നുകളുമൊക്കെ ഏറ്റവും തമ്മാടിയായ ഒരു മനുഷ്യനെ പോലെ ആയി നോക്കുക. മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ അതുകൊണ്ട് ഒരു കുറവും ഒരു കോട്ടവും സംഭവിക്കൂല. യാ ഇബാദി ലൗ അന്ന അവലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമു ഫി സഈദിൻ വാഹിദിൻ ഫസഅലൂനി, ഈ പറഞ്ഞ മനുഷ്യരും ജിന്നുകളുമൊക്കെ ഒരു പ്രദേശത്ത് ഒരുമിച്ച് കൂടി അവരുടെ ആവശ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഫഅഅ്തൈതു കുല്ല ഇൻസാനി മസ്അലതു, എല്ലാവർക്കും എന്ത് ചെയ്തു, അവർ ചോദിച്ചത് കൊടുത്തു. മാ നഖസ ദാലിക മിമ്മാ ഇൻദി, എന്നാലും എൻ്റെ അരികിലുള്ള എന്തെങ്കിലും ഒന്നിന് ഒരു കുറവും അത്രമാത്രം ധന്യനാണ് അള്ളാഹ്. അതുകൊണ്ടാണ് സൂറത്ത് ഫാത്തിറിൽ അള്ളാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ആശ്രിതരാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ആ ഫക്കീർ എടുത്തു പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, റബ്ബേ നീ ഇറക്കിത്തരുന്ന എല്ലാ നന്മക്കും ഈ മൂസ എന്ന ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞത്, ആവശ്യക്കാരനാണ്. അപ്പോൾ നമ്മൾ പരമാവധി കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക. ആ സൽക്കർമ്മങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ലിഖാഇനെ പ്രതീക്ഷിക്കുക. ആ സൽക്കർമ്മങ്ങളിൽ ശിർക്ക്, കുഫർ, നിഫാഖ്, റിയാ അത് വന്ന് സൽക്കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്നതിനെ ഭയപ്പെടുക, അത് ശ്രദ്ധിക്കുക. ഉമർ റളിയല്ലാഹു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ കാണും, അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സ്വാലിഹ വജഅൽഹു ലിവജ്ഹിക ഖാലിസ വലാ തജഅൽ ലി അഹദിൻ ഫീഹി ഷൈഅ. 3 കാര്യങ്ങൾ അള്ളാഹുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സ്വാലിഹ, എൻ്റെ എല്ലാ കർമ്മങ്ങളും നീ സ്വാലിഹാക്കണേ. വജഅൽഹു ലിവജ്ഹിക ഖാലിസ, അതൊക്കെ നിൻ്റെ വജ്ഹ് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയോട് നിർവഹിക്കുന്നതാക്കണേ. വലാ തജഅൽ, ആ കർമ്മത്തെ നീ ആക്കരുത് ലി അഹദിൻ ഫീഹി ഷൈഅ, മറ്റൊരാൾക്ക് അതിലൊരു വിഹിതം നീ കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ അതിൽ പിശാച് ഇടപെടുകയോ അല്ലെങ്കിൽ ആ കർമ്മത്തെ ഒരാൾ സ്തുതിച്ച് പറഞ്ഞ് എനിക്ക് റിയാവ് തോന്നിപ്പിക്കുകയോ ആ നിലക്ക് ഒരാളെ അതിൽ നീ ഏർപ്പെടുത്തരുത്. അത്തരം പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുക, നമ്മളെ കർമ്മങ്ങളെ ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത്, വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ, ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം, കഫറ യുകഫിറു, മായ്ച്ചു കളയും. അതായത് ഈമാനും ആ ഈമാനിലൂന്നിയ സൽക്കർമ്മങ്ങളുണ്ടോ അതുകൊണ്ടുള്ള നേട്ടം പറയാണ്. ലനുകഫിറന്ന അൻഹും, അവരെ തൊട്ട് നാം മായ്ച്ചു കളയും, സയ്യിആതിഹിം, അവരുടെ തിന്മകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരായത്തിൽ അതിൻ്റെ വിവരണമുണ്ട്. ഇൻ തജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കുന്ന പക്ഷം, കബായിറ മാ തുൻഹൗന അൻഹു, നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ വെടിയുന്ന പക്ഷം, നുകഫിർ അൻകും സയ്യിആതിക്കും, നിങ്ങളിൽ വരുന്ന ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. വനുദ്ഖിൽക്കും മുദ്ഖലൻ കരീമ, ഏറ്റവും മാന്യമായ പാർപ്പിടത്തിൽ സ്വർഗത്തിൽ
നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ വൻപാപ്പങ്ങൾ വരാതെ നമ്മൾ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുക. വൻപാപ്പങ്ങൾ ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്, 7 വൻപാപ്പങ്ങൾ ഒറ്റ ഹദീസിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 7 വൻപാപ്പങ്ങൾ മാത്രമല്ല, വേറെയും വൻപാപ്പങ്ങളുണ്ട്. വൻപാപ്പങ്ങളായി ഏതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക. ഇനി വൻപാപ്പം വന്നു നിൽക്കുക, ആത്മാർത്ഥമായി അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുകയും ആ തിന്മയിലേക്ക് പോകാതിരിക്കുകയും ചെയ്യാം. എന്നാൽ ഒരു സത്യവിശ്വാസിയാണെങ്കിലും ചെറുദോഷങ്ങൾ എത്രയും വരും. അതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഈമാൻ കൊണ്ടും ആ ഈമാനിലൂന്നിയ നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും. ഒരു ഹദീസിലുണ്ടല്ലോ, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദ ജുതുനിബൽ കബായിർ. 5 നേരത്തെ നമസ്കാരം ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയം, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള സമയം, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, ഈ കാലങ്ങൾക്കിടയിൽ നമ്മിൽ വന്നു പോയ ചെറുദോഷങ്ങൾ ഈ നിസ്കാരവും ജുമുഅയും റമളാനൊക്കെ എന്ത് ചെയ്യും? മായ്ച്ചു കളയും. അവിടെയും പറഞ്ഞു ഇദ ജുതുനിബൽ കബായിർ, അവർ വൻ പാപങ്ങൾ വെടിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വലിയൊരു സമാധാനം നൽകുന്നതാണ് ഈ വചനം. അള്ളാഹ് നമ്മിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ, നമ്മളൊരിക്കലും മലക്കുകളല്ല, മനുഷ്യരാണ്. മനുഷ്യ സഹജമാണ് തെറ്റുകുറ്റങ്ങൾ. ബോധപൂർവം എന്ത് ചെയ്യുക? ഒരു തെറ്റാണല്ലോ അതെന്ന് കരുതി അത് ചെയ്യാതിരിക്കുക. എന്നാൽ വീഴ്ചകളും അബദ്ധങ്ങളും തെറ്റുകളൊക്കെ വരാം. അത് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്. ഇപ്പോൾ രാവിലെ 100 വട്ടം സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്ർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും ഒരാൾ 100 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി രാവിലെ 100 വട്ടം പറഞ്ഞു, വൈകുന്നേരം. അതുകൊണ്ടെന്താ നേട്ടം കിട്ടുക? അവൻ്റെ ചെറുദോഷങ്ങൾ സമുദ്രത്തിലെ തിരമാലകൾ കണക്കെ ഉണ്ടായാലും അള്ളാഹ് അവന് പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ദിക്റുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ ഒക്കെ നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മായ്ച്ചു കളയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞ ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരിൽ വന്ന ആ ദുഷിച്ച തിന്മകൾ നാം മായ്ച്ചു കൊടുക്കും. വലനജ്സിയന്നഹും ജസാ എന്നാണ്, നാം അവർക്ക് പ്രതിഫലവും നൽകും. അഹ്സന അല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും അഹ്സനായ ഒരു കർമ്മ. അഹ്സനാകുക എന്ന് പറഞ്ഞാൽ സൂറത്ത് മുൽക്കിൻ്റെ തുടക്കത്തിലുണ്ടല്ലോ, പിന്നെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണവും ജീവിതവും അള്ളാഹു തന്നെയാണ് പടച്ചത്, സംവിധാനിച്ചത്. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. ആ ആയത്തിനെ വിശദീകരിച്ച് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാഹ് ഒരു കർമ്മം അള്ളാഹിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് അഹ്സനാകണം. അപ്പോൾ എന്താണ് കർമ്മത്തിലെ അഹ്സൻ എന്ന് ചോദിച്ചപ്പോൾ അഖ്ലസുഹു വ അസ്വബുഹു, ഒരു കർമ്മ അഹ്സനാകുക എന്ന് പറഞ്ഞാൽ അഖ്ലസ് ആകണം, അസ്വബാകണം. അഖ്ലസ് എന്ന് പറഞ്ഞാൽ മാ കാന ഖാലിസൻ ലില്ലാ, അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച് മാത്രം, റിയാ ഇല്ലാത്ത, സുംഅത്തില്ലാത്ത, ദിക്റില്ലാത്ത, മറ്റുള്ളവരറിയട്ടെ കാണട്ടെ അതൊന്നുമില്ലാത്ത നിലക്കുള്ള അള്ളാഹിൻ്റെ വജ്ഹ് ആഗ്രഹിക്കുക. അസ്വബ് എന്ന് പറഞ്ഞാൽ മാ അസ്വാബത്തി സുന്ന, സുന്നത്തിനോട് യോജിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ടുള്ള രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞത് വലനജ്സിയന്നഹും, നാം അവരുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകും. അഹ്സനല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല ആ കർമ്മങ്ങൾക്ക് പ്രതിഫലം. അള്ളാഹു പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ ഒരു നന്മ ഒരാൾ വിചാരിച്ചു ചെയ്തില്ല. നന്മ പറഞ്ഞാൽ നമ്മൾ ഒരു ഫർലായ കാര്യത്തെക്കുറിച്ചല്ല, ഒരു ഐച്ഛികമായൊരു പുണ്യം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധുവിന് ഒരു ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരാൾക്കൊരു സഹായം ചെയ്യണം, എന്തെങ്കിലും നന്മ വിചാരിച്ചു, പക്ഷെ അത് പിന്നെ അവൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലോ എന്താ അതിൻ്റെ പ്രതിഫലം? ആ ചെയ്ത നന്മയായി രേഖപ്പെടുത്തുന്നതാണ്. ഇത് ഒരു നന്മ വിചാരിച്ചിട്ട് അത് ചെയ്തില്ലെങ്കിലും ചെയ്ത പ്രതിഫലമാണ്. ഒരു നന്മ വിചാരിച്ചു, അത് ചെയ്തു, അപ്പം എന്ത് ചെയ്യും? ഏറ്റവും ചുരുങ്ങിയത് 10 നന്മ ചെയ്ത പ്രതിഫലം. പിന്നെ അതിലുള്ള അവൻ്റെ മനസ്സ് മനസ്സിലാക്കി അല്ലാഹ് അത് 700 ഇരട്ടി വരെ വർദ്ധിപ്പിക്കും. ഒരു തിന്മ ഒരാൾ ചെയ്യാൻ വിചാരിച്ചു, ചെയ്തില്ല, എന്താ പ്രതിഫലം? നന്മ ചെയ്ത പ്രതിഫലം.
ഒരു തിന്മ വിചാരിച്ചു ചെയ്തു, എന്താണ് കിട്ടുക? ആ ഒരു തിന്മക്ക് മാത്രമുള്ള ശിക്ഷ. 10 തിന്മല്ല, 700 തിന്മല്ല. ഇതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. അപ്പോൾ നമുക്ക് ഒരാൾ വിചാരിച്ചാൽ അവനൊരിക്കലും അവൻ്റെ മുമ്പിൽ സ്വർഗ കവാടങ്ങൾ കൊട്ടി അടക്കപ്പെടൂല. സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മെ നയിക്കുന്നുണ്ട്. അതിലാവശ്യമായ സൽക്കർമ്മങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഇഖ്ലാസും ഇത്തിബാഉർ റസൂലും ഉണ്ടായാൽ ഒരാൾ വിജയിക്കും. അള്ളാഹു സ്വർഗം നേടി വിജയിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.